ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉപേസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? നല്ല ബ്ലാസ്റ്റിംഗ് മാർക്കറ്റ് ആയിരുന്നു അല്ലേ? പറയുമ്പോൾ നമ്മൾ രസത്തിന് നല്ല ബ്ലാസ്റ്റിംഗ് മാർക്കറ്റ് ആയിരുന്നു എന്നൊക്കെ പറയാം. ബട്ട് എന്നെ സംബന്ധിച്ച് ഇന്നൊരു അത്ര ഭയങ്കരമായിട്ടുള്ളൊരു ദിവസമല്ലായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ലോസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു പ്രോഫിറ്റ് തന്നെയാണ് എൻഡ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇത്രയും നല്ലൊരു മാർക്കറ്റ് കിട്ടിയിട്ട് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു എന്താ പറയുക, ആസ് എ ഓപ്ഷൻ ബയ്യർ അതൊരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നാലും പിന്നെ ലോസ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് തന്നെയാണ്. ബട്ട് എന്നാലും നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെയാണ് മാർക്കറ്റിങ്ങിൽ കിട്ടുക. ആൻഡ് ആ ഒരു മാർക്കറ്റിനെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഉപയോഗിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ റിസ്ക് റിവാർഡിൽ എൻ്റെ പ്രോപ്പർ റിസ്കിൽ ആ ഒരു ക്യാൻഡിൽ ഇരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ആൻഡ് അതിന് മുമ്പ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയപ്പോൾ ഞാൻ അവിടെ ലോങ് ട്രേഡിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു സ്റ്റോപ്പ് ലോസ് വാങ്ങിച്ചു, അതൊക്കെ കവർ ചെയ്തെടുത്തു. നിഫ്റ്റിയിലും ട്രേഡ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നല്ല 2 ട്രേഡ് വന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ട്രേഡിന് പ്ലാൻ ചെയ്തു. അതിനകത്ത് 3 പ്രോഫിറ്റ് തന്നെ എൻഡ് ചെയ്തിട്ടുള്ളൂ. ഒരു ട്രേഡ് മാത്രമേ ലോസിലേക്ക് വന്നിട്ടുള്ളൂ. ബട്ട് എങ്ങനെ നോക്കിയാലും അത്ര ഭയങ്കരമായിട്ടുള്ള ഇന്നത്തെ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ കിട്ടാവുന്ന ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. ആൻഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആ ഒരു വലിയ ക്യാൻഡിൽ കാരണം, സ്റ്റോപ്പ് ലോസ് ഓക്കെ ആവാത്തത് കാരണം അത് മിസ്സായി പോയിട്ടുണ്ട്. ഇതൊക്കെ സൈഡിൽ വെച്ച് കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമ്മൾ മാർക്കറ്റിൽ ലോസ് ഉണ്ടാക്കിയിട്ടില്ല. മാർക്കറ്റിൻ്റെ കൂടെ പോകാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഒരു ട്രേഡിൽ പോലും ഇരുന്നിട്ടില്ല എന്നുള്ളതൊക്കെ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡ് തന്നെയാണ്. സോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ കഥയിൽ ഉണ്ടാകുമ്പോൾ തന്നെ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടിനെ എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്തിട്ട് താഴെ തന്നെയാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓപ്ഷൻ ചെയിൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ എഗെയിൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നാളെ നമ്മുടെ എക്സ്പയറി ഡേ ആണ്. നല്ല രീതിയിലുള്ള പ്രീമിയം കോൾ സൈഡിലാണെങ്കിലും അതെ പുട്ട് സൈഡിലാണെങ്കിലും അതെ ഉണ്ട് എന്നുള്ളതൊക്കെ പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിലേക്ക് പോകാം. എങ്ങനെയായിരിക്കണം നാളത്തെ നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത്, ആൻഡ് എന്തൊക്കെയാണ് ചാർട്ടുകൾ നമ്മളോട് പറയുന്നത്, ഡാറ്റ നമ്മളോട് പറയുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിലേക്ക് പോവാം. ഓക്കെ, ഇപ്പം നമ്മളുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ലെവലായിരുന്നു. എൻ്റെ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രോപ്പർ ആയിട്ടൊരു ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിനുശേഷം ഞാൻ ഇവിടെ ട്രേഡ് പ്ലാൻ ചെയ്തു. ആൻഡ് ആസ് സൂൺ ആസ് അറ്റ് ദ സെയിം ടൈം തന്നെ ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് എന്തായിട്ടുണ്ട്, എൻ്റെ SL എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലെവൽ ബ്രേക്ക് ആവുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ട് ഒരിക്കലും എൻ്റെ SL പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് അതിനുശേഷം എൻ്റെ ട്രേഡ് വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിലായിരുന്നു. നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം എക്സാക്ട് പോയിന്റ് തന്നെയായിരുന്നു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ക്യാൻഡിൽ ക്ലോസിൽ എൻ്റെ ഞാൻ ട്രേഡ് എടുക്കുന്ന ലോജിക്ക് വെച്ചിട്ട് എനിക്ക് അവിടെ ഇൻ ബിറ്റ്വീനിലൊന്നും SL ഇരിക്കുന്ന ഒരു റോള് വരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ അവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഇനി നാളത്തേക്ക് എന്ത് എന്ന് നോക്കുന്നതിന് മുമ്പ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എഗെയിൻ മാർക്കറ്റ് എങ്ങോട്ടാണ് എത്തുന്നത്? എഗെയിൻ മാർക്കറ്റ് പ്രീവിയസ്ലി ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ള ആ ഒരു ക്ലസ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ക്ലസ്റ്ററിലേക്കാണ് മാർക്കറ്റ് എത്താൻ പോകുന്നത്. സോ എഗെയിൻ കറക്ഷൻ ഇവിടെ പെൻഡിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് കറക്ഷൻ ഉണ്ട്. മാർക്കറ്റ് ഫോൾ ആവുക എന്നുള്ള സിനാരിയോ ഒന്നും വന്നിട്ടില്ല. ആകെ പിന്നെ എത്ര പെർസെൻറ്റേജിൻ്റെ ഫോളാണ് വന്നിട്ടുള്ളത്? 600-700 പോയിന്റ്സിൻ്റെ ഫോളാണ് വന്നിട്ടുള്ളത്. അത് ഓപ്ഷൻ ബയേഴ്സിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഫോൾ ആയിരുന്നു എന്നുള്ള റിയാലിറ്റി തന്നെയാണ്. ബട്ട് ഇവിടെ മാർക്കറ്റ് കറക്ഷൻ ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, സ്റ്റിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് നാളെ മന്ത്ലി എക്സ്പയറി ആണ്. നമ്മൾ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ മാർക്കറ്റ് ഒരിക്കൽ പോലും മാർക്കറ്റിന്റെ ഹൈനെ ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. ലോയിനെ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തുള്ളത് 46,000 എന്നുള്ള ലെവലിന്റെ താഴെയായിട്ടാണ്. ഇനി മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്തേക്ക് പോകാനുണ്ട്. നമുക്ക് ഓപ്ഷൻസിന്റെ ചാർട്ടിലേക്ക്, ഓപ്ഷൻ ചെയിനിലേക്ക് നമുക്ക് പോകാനുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് 46,150 എന്നുള്ള ലെവലാണ്. 46,150ക്കും ആൻഡ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ലോവർ ലെവൽ ഉണ്ടല്ലോ, അതായത് 46,860 എന്നുള്ള ലെവല്. സോ ഈ ഒരു 2 റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റത്തിന്റെ ഫോളോ അപ്പ് മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ അത് നല്ലൊരു ഷാർപ്പ് സെല്ലിംഗ് മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സെല്ലിംഗ് മൊമെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ഡീറ്റെയിൽ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ ഇവിടെ കുറച്ച് സമയം നിന്നിട്ടാണ് ഈ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നതെങ്കിൽ എഗെയിൻ നല്ലൊരു മൂവ് നമുക്ക് അവിടെ വരാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം.
ഇമ്മീഡിയറ്റ് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മൊമെന്റ് നമുക്ക് അവിടെ കിട്ടാൻ സാധ്യത കുറവാണ്. സോ ഏറ്റവും നല്ല ട്രേഡുകൾ നമുക്ക് വരാൻ പോകുന്നത് ഒരു ഉച്ചവരെയൊക്കെ ഇതിനുള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലായിരിക്കും നല്ല ട്രേഡുകൾ നമുക്ക് കിട്ടുന്നത്. കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഓപ്ഷൻ ചെയിനിൽ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് 46,150 മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ, മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ചെറിയ ചെറിയ ടാർഗറ്റുകൾ എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ മാർക്കറ്റിന് റെസിസ്റ്റൻസുകൾ ഉണ്ട്. ആൻഡ് ഈ ഒരു റെസിസ്റ്റൻസിലേക്കുള്ള മാർക്കറ്റിന്റെ പോക്ക് സ്ലോ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നാളെ പ്രീമിയം ഡി കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നാളെ മന്ത്ലി എക്സ്പയറി ആണ്. അതുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്ത് കുറച്ച് സമയം ഹയർ ലെവലിലൊക്കെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മൊമെന്റങ്ങൾ നമുക്ക് മുകളിലേക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് അതിനെ ക്വിക്കായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റും. ബട്ട് ഒരിക്കലും ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡുകൾ ആവരുത് അപ്പർ സൈഡിലേക്കുള്ളത്. കാരണം മാർക്കറ്റിന്റെ ഓവറോൾ സെന്റിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് സെല്ലിങ്ങിന്റെ മൂഡിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഈ ടോപ്പ് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 700 അടുത്തുള്ള പോയിന്റ്സ് മാർക്കറ്റ് താഴത്തേക്ക് ഫോൾ ആയിട്ടില്ലേ. സോ അതുകൊണ്ട് തന്നെ എന്താ പറയുക, മുകളിലേക്കുള്ള മൊമെന്റം സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം ഭയങ്കരമായിട്ട് മെൽറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ട് ആ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ, മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 660 എന്നുള്ള ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, 660 670 എന്നുള്ള ഈ ഒരു ലെവൽ ഫസ്റ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ലെവലിലെ മാർക്കറ്റ് താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 480 എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു രണ്ട് ലെവൽ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലെവലൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നല്ലൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമുക്ക് നാളത്തേക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് മൊമെന്റം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ. ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ, മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നത് ആൻഡ് അതിനുശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് താഴെ വരാതെ ഇവിടെ കുറച്ച് സമയം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആവില്ല. ഗ്യാപ്പ് അപ്പ് ഇൻ ദ സെൻസ് ഒരു 150+ പോയിന്റ്സിന്റെ ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആവില്ല. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ചെറിയൊരു വോളറ്റൈലിറ്റി പിന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു ലെവൽസ് ഒക്കെ മാർക്കറ്റിന് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ഈ ഒരു ലെവലിലൊക്കെ പുതിയ ബയേഴ്സും ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അഗൈൻ പിന്നെ ചെറിയൊരു വോളറ്റൈലിറ്റി ഡേ ആയിട്ട് മാറാനും ഒരു ട്രിക്കി എക്സ്പയറി ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സോ നാളത്തെ എക്സ്പയറി നമ്മൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യേണ്ടതാണ്. കാരണം ഓപ്ഷൻസിൽ പ്രീമിയം അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ മെൽറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ട് എന്താവും, ഒരു ആഫ്റ്റർനൂൺ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, വോളറ്റൈലിറ്റി ബൈ ഡിഫോൾട്ട് അവിടെ ഉണ്ടാവും മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട്. സോ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു 2:30 ശേഷമാണെന്നുണ്ടെങ്കിൽ നല്ല വോൾട്ടായിട്ട് നമ്മളവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. സോ ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഓൾസോ ഒരു പ്രൈസ് ആക്ഷൻ ഉണ്ടായിട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ചെറിയ മൊമെന്റം നമുക്ക് കാണാൻ പറ്റും. ചെറിയ മൊമെന്റം എന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയാൻ കാരണം നമ്മൾ ഓപ്ഷൻ ചെയിനിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് കാണിച്ചു തരാം. നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കമ്പയർ ടു ഓപ്ഷൻ പുട്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ടോട്ടൽ OI കുറച്ച് കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല ഇവിടെ OI കുറവാകുന്നു എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ സൂപ്പർ ബുള്ളിഷ് അല്ലെങ്കിൽ നല്ല ബുള്ളിഷ് വ്യൂ ഉള്ള ആളുകൾ കുറവാണ് എന്നുള്ളതാണ് അർത്ഥം. ഇനി ആ ഒരു സമയത്ത് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു റേഞ്ചിൽ നിന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 46,000 എന്നുള്ള സ്ട്രൈക്കിലൊക്കെ പുതിയ ബയേഴ്സ് ആഡ് ആയി കഴിഞ്ഞാൽ, ഇൻ ദ സെൻസ് PE സെല്ലേഴ്സ് ആഡ് ആയി കഴിഞ്ഞാൽ അതിന് ശേഷം കുറച്ച് സമയം ആ റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്ത് താഴത്തേക്ക് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ SL കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും, പുതിയ സെല്ലേഴ്സിന്റെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഒരു മൊമെന്റം ഉണ്ടാവും. സോ ആസ് ഓഫ് നൗ ചെറിയ ഒരു നമ്പർ ഓഫ് സെല്ലേഴ്സ് മാത്രമാണ് അവിടെ ഉള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു മൊമെന്റം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു ലെവലിലെ ആ ഒരു പോയിന്റ് കൂടി ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇനി എന്താണ് പ്രീമിയത്തിന്റെ കാര്യത്തിൽ, എഗൈൻ പ്രീമിയത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗൈൻ നമുക്ക് 356 പോയിന്റ്സിന്റെ പ്രീമിയം സ്റ്റിൽ അവിടെയുണ്ട്. ആൻഡ് എഗൈൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 140 പോയിന്റ്സിന്റെ പ്രീമിയം മാത്രമേ ഉള്ളൂ. ബട്ട് മാർക്കറ്റ് ഇൻ എനി ചാൻസ് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു പ്രീമിയം സ്പൈക്ക് ഉണ്ടാവും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു കവറിംഗ് ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയ ട്രേഡേഴ്സ് ആക്റ്റീവ് ആയതിനു ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റം നമുക്ക് താഴത്തേക്ക് സസ്റ്റെയിൻ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്യാണ് അതിനുശേഷം വീഴുകയാണ് എന്നുള്ള രീതിയിൽ അനാലിസിസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ, നിഫ്റ്റിയും എഗെയിൻ സെയിം ഇൻട്രസ്റ്റിംഗ് ലെവൽ തന്നെയാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. 2255 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 2255 മുകളിലാണ് വന്നാൽ മാത്രമേ നമുക്കൊരു പ്രോപ്പറായിട്ട് മുകളിലേക്കുള്ള ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് തന്നെ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ്, അതായത് 21,890 എന്നുള്ള ലെവലാണ്. 21,890 ആണ്
നിയറസ്റ്റ് സപ്പോർട്ടായിട്ട് മാർക്കറ്റിനുള്ളത്. സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 21,825 എന്നുള്ളത് ഫസ്റ്റ് ലെവലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതിനുശേഷം താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 750 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് അഗെയിൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നിട്ട് ഇവിടെ വോളറ്റൈലിറ്റി ഇൻ ദ സെൻസ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വോളറ്റൈൽ സോണായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് സെലേഴ്സ് ട്രൈ ചെയ്തു, എഗെയിൻ ബയേഴ്സ് പുഷ് ചെയ്തുകൊണ്ടുപോയി, എഗെയിൻ സെലേഴ്സ് തന്നെ ട്രൈ ചെയ്തു, എഗെയിൻ നിയറസ്റ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വോളറ്റൈലിറ്റി സോണായിട്ട് മാറാനും അടങ്ങിയിരിക്കേണ്ട ഒരു എക്സ്പയറി ഡേ ആയിട്ട് മാറാനുള്ള സാധ്യത വെരി ഹൈ ആണ്. ആൻഡ് അഗെയിൻ വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിൽ അഗെയിൻ നമുക്കൊരു കണ്ടിന്യൂഷൻ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. ചെറിയൊരു റേഞ്ച് കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ കിട്ടിക്കഴിഞ്ഞാലോ നമുക്കൊരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. അഗെയിൻ ഗ്യാപ്പ് അപ്പ് ആണ് കിട്ടുന്നതെങ്കിൽ ഈ പോയിന്റ് എല്ലാം തന്നെ മാർക്കറ്റിന് ഹഡിലായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നല്ല ഗ്യാപ്പ് അപ്പ് ഒക്കെയാണ് വരുന്നതെങ്കിൽ 22,000 മുകളിലുള്ള റേഞ്ചിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ഞാൻ ഭയങ്കര അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യൂല. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു ഡബിൾ കൺഫർമേഷൻ കിട്ടുന്ന ട്രേഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുള്ളൂ. ആൻഡ് അങ്ങനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇനി എന്താണ് ഓപ്ഷൻ ചെയിനിൽ, നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനിൽ പറയുന്നത്? ഏകദേശം 1 സെക്കൻഡ്, നിഫ്റ്റിയുടെ ഓപ്ഷൻ സൈഡിൽ നിഫ്റ്റിയുടെ സൈഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏകദേശം സെയിം സിനാരിയോ ആണ് ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. 20 lakh കോൺട്രാക്ട്സ് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ഏകദേശം 40 lakh കോൺട്രാക്ടോളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ആൻഡ് സെയിം നമ്മൾ ATM സ്ട്രൈക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 22,000 നമ്മൾ ബേസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആസ് കമ്പയർ ടു ദിസ് ഏകദേശം എന്താവുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഒരു വീക്ക്നെസ് കാണാൻ പറ്റുന്നുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ പുട്ട് സെല്ലേഴ്സ് ഒരു പോയിന്റിൽ പോലും അഗ്രസീവ് അല്ല എന്നുള്ള രീതിയിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് മുകളിലേക്കുള്ള എല്ലാതും നോക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ ഈ ഒരു ലെവലിലൊക്കെ എന്താണെന്ന് വെച്ചാൽ സ്ട്രാഗിൾസും ഒക്കെ ആവാനുള്ള സാധ്യത അവിടെയുണ്ട്. ആൻഡ് അതുകൊണ്ട് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ക്വാണ്ടിറ്റീസ് അവിടെ ആഡ് ചെയ്യാനും പുതിയ പൊസിഷൻസ് അവിടെ ബിൽഡ് ആവാനും ആൻഡ് അതിൻ്റെ ഒരു മൊമെന്റം താഴത്തേക്ക് ഉണ്ടാവാനുള്ള സാധ്യത വെരി ഹൈ ആണ്. സോ ആ ഒരു പോയിന്റ് കൂടി നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവണം. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു രണ്ട് സ്റ്റോക്കുകൾ TCS ആവട്ടെ ഇൻഫി ആവട്ടെ, IT സെക്ടർ പൊതുവെ ഇന്ന് ഭയങ്കരമായിട്ടുള്ള വീക്ക് ആയിട്ടില്ല. ബാക്കി ബാങ്കിങ് സെക്ടറിലാണ് ഭയങ്കരമായിട്ടുള്ള വീക്ക്നെസ് വന്നിട്ടുള്ളത്. ആൻഡ് ഇവരെ ഒന്ന് വാച്ച് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു സപ്പോർട്ട് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വോൾട്ടാലിറ്റി കാണിക്കാനുള്ള സാധ്യത വെരി ഹൈ ആണ് എന്നുള്ളതാണ്. ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? HDFC ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രൂട്ടൽ ഫോൾ ആയിരുന്നു വന്നിട്ടുണ്ടായത്. ഇന്ന് നമ്മൾ പറഞ്ഞ ലെവലിന്റെ താഴെയായിട്ട് വന്നു. ആൻഡ് അതിന്റെ താഴെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഒരു ഫോൾ രാവിലെ തന്നെ കാണിച്ചു. എഗെയിൻ ഒന്ന് ബൈയിങ് പ്രഷറിലേക്ക് വന്നു. എഗെയിൻ നല്ലൊരു ഫോൾ HDFCയിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ആസ് ഓഫ് നോ HDFCയിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അതായത് ഓക്കെ, ഈ ഒരു ഹയർ ലെവലിൽ നമുക്ക് എടുക്കാം. 1404 എന്നുള്ള ലെവലിൽ എടുക്കാം. 1004 താഴെ വന്നു കഴിഞ്ഞാൽ 404 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് പുതിയൊരു ലോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് മാർക്കറ്റ് എന്തൊരു ലെവൽ വരെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമൊക്കെ. സോ 285 എന്നുള്ള ലെവലൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായത്. സോ ആ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് HDFC അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ ICICI ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ICICI ബാങ്കിന്റെ ക്രൂഷ്യൽ ലെവൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. 1040 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക. 1040 താഴെ വന്നു കഴിഞ്ഞാൽ വീക്ക്നെസ് ഇൻടാക്ട് ആണ്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? ആക്സിസ് ബാങ്ക് ലാസ്റ്റ് ടൈമിൽ ചെറുതായിട്ടൊന്ന് ബൈയിങ്ങിലേക്ക് വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ലോനെ വാച്ച് ചെയ്യുക. ഈ ഒരു ലോന്റെ താഴെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ ഒരു ചെറിയ പ്രഷർ ഉണ്ടാവും. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിന്റെ കോൺട്രിബ്യൂഷൻ നാളത്തെ ഒരു ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് രാവിലെ മുതലേ വീക്കായിരുന്നു ആള്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്വിംഗ് ആണ്. അതായത് 1690 എന്നുള്ള സ്വിംഗ് 91 എന്നുള്ള ഈ ഒരു ലെവല് ഇതിന്റെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു ബൈയിങ് പ്രഷർ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. ആൻഡ് ആസ് കമ്പയർ ടു അതർ സ്റ്റോക്സ് IT സെക്ടർ അത്യാവശ്യം നല്ല ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഇന്ന് കാണിച്ചിട്ടുണ്ട്. സോ ആസ് ഓഫ് നോ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 1663 എന്നുള്ള ലെവലാണ്. 1663 എന്നുള്ള ലെവലിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ 6364 അതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഇനി എന്താണ് TCSൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ TCSൽ ആസ് ഓഫ് നോ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ലെവലിനെയാണ്. 4100 എന്നുള്ള ലെവലിനെ 4100 താഴെ വന്നു കഴിഞ്ഞാൽ 4100 എന്നുള്ള ലെവലിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. അഗെയിൻ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഉണ്ടായിരിക്കില്ല. രാവിലെ മുതൽ റിലയൻസും ലോവർ ലോസ് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിഫ്റ്റിയുടെ സെയിം ഒരു ഫോർമേഷൻ തന്നെയാണ് റിലയൻസും കാണിച്ചിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ്ലി കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ട്രെൻഡ് ലൈനെയൊക്കെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. സോ ആസ് ഓഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 2900 എന്നുള്ള ലെവലാണ്. 2900 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ SMC ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റഡ് ഉള്ളവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ SMCയുടെ ഒരു വെബിനാർ നമ്മൾ ശനിയാഴ്ച പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയവർ ടെലഗ്രാം ഗ്രൂപ്പിൽ ആ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ യൂഷ്വലി മെസ്സേജ് അയക്കുന്ന നമ്പറല്ല, വേറൊരു നമ്പറാണ്. സോ ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ആൻഡ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.